എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു വീടാകുമ്പോൾ എന്താ പറയുക, ആര്യവേപ്പിലിൻ്റെ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം വേണം എന്ന് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാരണം അത്രയും ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ് ആര്യവേപ്പില എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്, നമ്മൾ ആര്യവേപ്പില കൊണ്ട് നമ്മൾ പിമ്പിൾസും അതുപോലെ ഓപ്പൺ പോർട്സ് ഉള്ളവർക്കും ആഗ്നേ മാർക്സ് ഉള്ളവർക്കും പിഗ്മെൻറ്റേഷനും അണ്ണീവണം ടാൻ ഒക്കെ ഉള്ളവർക്ക് ഒരു അടിപൊളി നൈറ്റ് കെയർ ജെല്ലാണ് കേട്ടോ ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോ കാണുക. കാരണം നമുക്ക് പൈസ ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ, എന്നാൽ കൂടുതൽ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എല്ലാ ദിവസവും നൈറ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയും റിസൾട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാണ് ആര്യവേപ്പിലിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി ഔഷധ ഗുണമുള്ളതാണ്. എന്താ പറയുക, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ. നമ്മളുടെ ഒരുപാട് പേര് ഇപ്പോഴും പിമ്പിൾസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ കൂടുതലും മേടിക്കുന്നത് നീമിൻ്റെ ഫേസ് വാഷൊക്കെ ആയിരിക്കും. പക്ഷെ അത് കറക്റ്റ് അത് നീമിൻ്റെ തന്നെയാണോ? കാരണം ഒരുപാട് ലോക്കൽ ബ്രാൻഡുകളുണ്ട്, ഒരുപാട് ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് കാണുന്നതും മേടിച്ച് യൂസ് ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുക. നീമിൻ്റെ ആണെന്നൊരു പിക്ചർ വരുമ്പോഴത്തേക്ക് അത് മേടിച്ച് യൂസ് ചെയ്ത്, കാരണം അത്രയും പേരുടെ സ്കിൻ കാണുന്നതുകൊണ്ട് എനിക്കറിയാൻ പറ്റും. ഞാൻ ഇന്ന ബ്രാൻഡിൽ നിന്ന് എടുത്ത് പറയുന്നില്ല, എന്നാലും പറയുവാണ്. അങ്ങനെ നമ്മൾ ചെയ്ത് സ്കിൻ ഭയങ്കര ഡാമേജ് ആയിട്ട് പോയിട്ടല്ലാതെ, കാരണം നമുക്ക് വേറെ വഴിയില്ലാതെ അതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. നമുക്ക് വേറെ ഒന്നും അറിയില്ല, വേറെ പ്രൊഡക്റ്റോ ഒന്നും തന്നെ അറിയാത്തത് കൊണ്ട് ഓക്കെ എനിക്ക് പിമ്പിൾസ് ഉണ്ട് എന്നാൽ ഞാൻ നീമിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ വേറെ ഒന്നും അറിയാത്തത് കൊണ്ടൊക്കെ ചെയ്തു പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ സ്കിന്നിനെ വീണ്ടും നമ്മൾ ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് ശ്രദ്ധിച്ച് മേടിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഫുഡ് ഓയിലില്ലാത്ത ഫുഡുകൾ മാക്സിമം എടുക്കുക, ഓയിൽ ഭയങ്കരമായിട്ട് കുറയ്ക്കുക. അതുപോലെ തന്നെ പ്രൊഡക്റ്റുകളാണെങ്കിലും ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം എടുക്കുക, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രം എടുക്കുക. ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെന്ന് ഫസ്റ്റ് നമ്മളോട് കൺഫേം ചെയ്യാൻ പറ്റണം നല്ല പ്രൊഡക്റ്റ് ആണെന്നുള്ളത്. വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ നോക്കി മേടിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പിമ്പിൾസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല, ഒരേ സ്കിൻ ടെക്സ്ചർ അല്ല, ഒരേ സ്കിൻ ടൈപ്പ് അല്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. നമുക്ക് എല്ലാവർക്കും എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോഴും ഒരു പ്രശ്നം നമ്മുടെ സ്കിന്നിൽ വരുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു. ഇപ്പോൾ നമുക്കൊരു ചില ആൾക്കാരിൽ 35 വയസ്സ് കഴിയുമ്പോഴേ പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കുന്നു, ഭയങ്കരമായിട്ട് വലിഞ്ഞു തൂങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുള്ള ആൾക്കാരുണ്ട്. 40 കഴിഞ്ഞതിന് ശേഷം ചിലവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നോ ഇന്നലെയോ ചെയ്ത കാര്യങ്ങളിലായിരിക്കണം എന്നില്ല. ചിലപ്പോൾ 4-5 വർഷം മുമ്പ് നമ്മൾ ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ സ്കിന്നിൻ്റെ സെൽസിനെ ഡാമേജ് ഉണ്ടാക്കിയത് ഇപ്പോഴാണ് അത് പുറത്തേക്ക് വരുന്നത്. ആ രീതിയിലുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അറിയാതെ നമ്മൾ ഡെയിലി ബേസിൽ ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ പരീക്ഷിച്ച് നോക്കും. ഇന്ന് ഒരെണ്ണമായിരിക്കും, നാളെ ഒരെണ്ണമായിരിക്കും, ഏതിലും റിസൾട്ട് ഉണ്ടാവില്ല. അവസാനം ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം കളയും, എന്നിട്ട് പുതിയത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാരെ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഓൺലൈനിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഇങ്ങനെ ട്രൈ ചെയ്ത് ഇരിക്കരുത്. മാറ്റി ഇങ്ങനെ കൊണ്ടുപോകാനേ പാടില്ല. ഫസ്റ്റ് നമ്മളുടെ സ്കിന്നിൻ്റെ പ്രശ്നം, സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇത് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റ് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. ഏത് പ്രൊഡക്റ്റാണ് വേണമെന്നുള്ളത് കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക. എന്നിട്ട് അതിനെ കറക്റ്റായിട്ട് ഒരു റൊട്ടീനാക്കി മാറ്റുക. എന്നിട്ട് അത് മാത്രം ഫോളോ ചെയ്യുക. എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ പേഴ്സണൽ ഗൈഡൻസിൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും 3 മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിയർ സ്കിന്നിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. എനിക്ക് പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ചെയ്യുന്നത് ഒരു മാജിക്കോ ഒരു വൈറ്റനിങ് ക്രീമോ ടൈറ്റനിങ് ക്രീം ഇതൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. കറക്റ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതിനായിട്ട് ഞാൻ നിങ്ങളുടെ സ്കിൻ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടുള്ള നിങ്ങൾക്കൊരു റൊട്ടീൻ, കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞുതരും. എന്നിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതും എല്ലാം തന്നെ പറഞ്ഞു തന്ന് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ച് 3 മാസം കൊണ്ട് അത് ഞാൻ ഗ്യാരൻറ്റി പറയുവാണ്. കാരണം ഞാനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പേര് 3-4 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ചേഞ്ചസ് സ്കിന്നിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കൊണ്ടുപോകുന്നത് ആദ്യം തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രാജുവലി നമ്മൾ സ്കിന്നിനെ ഹെൽത്തി ആക്കിക്കൊണ്ട് ഉള്ള ഒരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. അത് നമുക്ക് ലൈഫ് ടൈം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ 1 മാസത്തേക്കോ 2 മാസത്തേക്കോ എന്തെങ്കിലും പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തു അപ്പോൾ കിട്ടുന്ന റിസൾട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല കേട്ടോ. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ ഇത് അറിയാത്തത് കൊണ്ട് മാത്രം
ഒത്തിരി പേർക്ക് പ്രശ്നമുണ്ടെന്ന് മാത്രമല്ല, കാരണം കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വൻ തട്ടിപ്പാണ്. ശരിക്കും ഞാനത് എല്ലാ രീതിയിലും പറയും. നല്ലതുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ മോശമായിട്ടും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ബിസിനസ് ഹബ്ബായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ ആൾക്കാരെ എല്ലാം മേടിച്ച് യൂസ് ചെയ്യും എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് 40 വയസ്സെന്നല്ല, നിങ്ങൾക്ക് ഏത് പ്രായത്തിലും 60, 70, 80 ആയിക്കോട്ടെ, നിങ്ങളുടെ സ്കിൻ്റെ ടെക്സ്ചർ വ്യത്യാസം വരണമെന്ന് ആഗ്രഹിക്കുവാണ്, പ്രോപ്പറായിട്ട് ആരും ഗൈഡ് ചെയ്യാനില്ല, ഒന്നും പറഞ്ഞു തരാനില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇപ്പോൾ ചെറിയ പിള്ളേർ 25, 16 എനിക്ക് 16, 17 വയസ്സ് കഴിഞ്ഞ് കുട്ടികൾ വരെ നമ്മളിലേക്ക് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. കാരണം ഏർലി ആയിട്ട് തന്നെ നമ്മൾ എന്താണ് സ്കിൻ കെയർ ഒക്കെ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 26 കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രോപ്പർ ഒരു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മുമ്പേ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് ഹെൽത്തി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മെസ്സേജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം. നമുക്കിതിനകത്ത് 3 മാസത്തേക്ക് 5,000 മാത്രമേ ഫീസ് വരുന്നുള്ളൂ കേട്ടോ. ആ 5,000 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്ന് മാത്രം കണ്ടാൽ മതി. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മളുടെ നീമിൻ്റെ ഈ ജെൽ ചെയ്യുക എന്നുള്ളത്. അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് കുറച്ച് അരിവേപ്പിലയാണ് എടുക്കേണ്ടത്. ഒരു 1/4 കപ്പ്, അതായത് ഒരു നമ്മളുടെ ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ ജാറിലേക്ക് ഫില്ല് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നമ്മൾ അരിവേപ്പില എടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതായത് വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്, അല്ലാതെ പേസ്റ്റ് രൂപത്തിലാവാതെ ഇരിക്കുക. നമ്മളൊരു വൈറ്റ് ക്ലോത്ത് വെച്ച് ഇത് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ചാറ് മാത്രമായിട്ട് എടുക്കുക, ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ നമ്മൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം വെറുതെ ഇങ്ങനെ ഒഴിച്ച് പോകരുത്, നന്നായിട്ട് മിക്സ് ചെയ്യണം, ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് സമയം. അതിനുശേഷം നമ്മൾ ടീ ട്രീ ഓയിൽ നമ്മൾ 2 സ്പൂൺ എടുക്കുക കേട്ടോ. ടീ ട്രീ നമ്മളെല്ലാ ബ്യൂട്ടി ഷോപ്പിലും അവൈലബിൾ ആണ്, അതെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മളുടെ വൈറ്റമിൻ ഇ സിറം ഞാൻ പറഞ്ഞ പോലെ ബ്യൂട്ടി ഷോപ്പിൽ കിട്ടും. വൈറ്റമിൻ ഇ സീറം ഒരു 3 ഡ്രോപ്സ് നമുക്ക് അതിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഇതും നല്ല രീതിയിൽ മിക്സ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ജെൽ രൂപത്തിൽ, അതായത് നമ്മൾ സാധാരണ ഷോപ്പിലൊക്കെ മേടിക്കുമല്ലോ നമ്മൾ ജെല്ലായിട്ട്, അതുപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഈ ജെല്ല് നമ്മളൊരു കുപ്പിയുടെ ജാറിനകത്താക്കിയിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എല്ലാ ദിവസവും നൈറ്റ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടിപൊളി റിസൾട്ടായിരിക്കും. എല്ലാ ദിവസവും ചെയ്ത് വരണം കേട്ടോ. ഒരു 1-2 ദിവസം അല്ല, നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സോ അല്ലെങ്കിൽ പാക്ക് പോലെയോ അല്ല ഇത് ഇടേണ്ടത്. ഡെയിലി നമ്മൾ നൈറ്റ് ജെല്ലായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളവർക്ക്, ഓപ്പൺ പോർസ് ഉള്ളവർക്കും ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്ത് വരാം. മോർണിംഗിൽ ഫേസ് നന്നായിട്ട് പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റ് നല്ലത് അറിയാത്തത് കൊണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ ഹോം മെയ്ഡായിട്ട് ഈ ഒരു ജെൽ നല്ല റിസൾട്ടായിരിക്കും. പിന്നെ ഞാൻ എപ്പോഴും പറയാം, നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഹോം മെയ്ഡായിട്ട് എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ഒരു സ്കിൻ കെയർ റൊട്ടീൻ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്തിട്ടും റിസൾട്ട് കിട്ടണമെന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ എല്ലാം തന്നെ നമ്മൾ കൊണ്ടുപോകണം. അതുപോലെ ഡയറ്റ് പ്രോപ്പറാക്കുക. 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പ്രോട്ടീൻ എടുക്കുക, കൊളോജിൻ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വെള്ളം നല്ലപോലെ കുടിക്കണം എന്നുള്ളതാണ് കേട്ടോ. നമ്മളെപ്പോഴും ഗ്ലോ കിട്ടാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. വെള്ളം നല്ലതുപോലെ കുടിക്കുക എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. കറക്റ്റ് ഒരു റൊട്ടീൻ നമ്മൾ ചെയ്യാതെ, നമ്മൾ പല വീഡിയോസും കാണാറുണ്ട്, ഇല്ല ഒരുപാട് പാക്കുകളും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അതിൽ മാത്രം ആ ഒരു സമയത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ പോലും അതിൽ മാത്രം നമുക്ക് റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണം. നമുക്ക് എല്ലായ്പ്പോഴും നമ്മളുടെ സ്കിൻ ഇതുപോലെ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളുടെ സെൽഫ് കെയർ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ പേഴ്സണൽ ഗൈഡൻസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ബൈ.